സെൽഫ് ലവ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം ഇന്ന് ഏറ്റവും അധികം നമ്മൾ കേൾക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് അല്ലെ. നമ്മൾ ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മളെ നല്ല രീതിയിൽ നല്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് അങ്ങനെ നമ്മളെ തന്നെ ഒരു സെൽഫ് പാമ്പറിങ് ചെയ്യുക എന്നുള്ളതാണ് പൊതുവിൽ നമുക്ക് ഏറ്റവും അധികം സെൽഫ് ലവ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഇതൊക്കെ ആവശ്യമാണെങ്കിലും ഇതിന്റെയൊക്കെ മുമ്പേ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കളിയാക്കലുകൾ കേൾക്കാത്തവരായിട്ട് ആരും കാണില്ല അല്ലെ. നമ്മൾ പോലും അറിയാതെ ഇതൊക്കെ നമ്മളെ ഒരുപാട് സ്വാധീനിക്കും. ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ ഏറ്റവും അധികം കളിയാക്കലുകൾ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ മുഖത്തെ ആക്നെ, അതായത് മുഖക്കുരു ഉണ്ട്, അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവ്സ്, അത് റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നായാലും ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നായാലും കാണുന്ന എല്ലാ ആളുകളുടെ അടുത്തു നിന്നും ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് ഒന്നും രണ്ടും വർഷമൊന്നുമല്ല, വർഷങ്ങളോളമാണ് ഈ ഒരു കാര്യത്തിന് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കളിയാക്കലുകൾ ഏൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ മുഖത്ത് ആദ്യമായിട്ട് പിമ്പിൾസ് വരുന്നത്. ആ ഒരു സമയത്ത് കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കളിയാക്കലുകൾ. ആദ്യമൊക്കെ കേട്ടപ്പോൾ ഒരുപാട് വിഷമങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നു. പതിയെ പതിയെ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ കൊണ്ട് തന്നെ വളരെയധികം മുഖം മൊത്തം കുരുക്കൾ വന്നു. അതോടൊപ്പം തന്നെ ഈ ആളുകൾ പറയുന്നത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ടെൻഷനും വിഷമവും കാരണം വീണ്ടും സ്ട്രെസ് കൂടി വീണ്ടും ഇത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാനായിട്ട് എനിക്ക് മടിയായി. ആളുകൾ കൂടുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് പോലും എനിക്ക് മടിയായി. ആളുകളുടെ മുഖത്തേക്ക് നേരെ പോലും നോക്കാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല. എപ്പോഴും ഒരു മുറിയിൽ അല്ലെങ്കിൽ ആളുകൾ കാണാത്ത ഒരു ഇടത്തേക്ക് ഒതുങ്ങി കൂടാനാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ചുറ്റുപാടും കാണും ഈ പബ്ലിക്കായിട്ട് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ എന്തോ ഒരു സുഖം കിട്ടുന്ന കുറച്ച് മനുഷ്യര്, അവരുടെ ഒരു ശൈലിയാണത്. ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എന്ത് ചെയ്യാനാണ്, കാണാൻ വലിയ തിരക്കേടൊന്നുമില്ല, പക്ഷെ എല്ലാം കൂടെ ദൈവം കൊടുക്കുകയല്ലോ, മുഖം നിറയെ കുരുക്കളാണല്ലോ, ഇങ്ങനെയുള്ള ഇത്, അതും പബ്ലിക്കായിട്ട് ആള് കൂടുന്ന എന്തെങ്കിലും ഒരു കല്യാണ ഫംഗ്ഷനോ അല്ലെങ്കിൽ ആളുകൾ ചേരുന്ന എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഒച്ചത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന നമ്മളുടെ ഒരു അവസ്ഥ, മറ്റുള്ളവർ മുഴുവൻ നമുക്ക് എന്തോ ഒരു വലിയ കുറവുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മനോഗതി. ഞാനിത് പറയുമ്പോൾ ഈ ഒരു കാര്യത്തിനല്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ആളുകളിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഞാൻ ഉൾവലിഞ്ഞ് ആളുകളിലേക്ക് ഒട്ടും ഇറങ്ങാത്ത ഒരു സാഹചര്യം, ഒരാളുടെ മുഖത്ത് പോലും നോക്കാനായിട്ട് എനിക്ക് ഭയമാണ്, അതോടൊപ്പം ഒരു നാണക്കേടാണ്. എപ്പോഴും ഞാൻ ചിന്തിക്കും, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ എന്നെ മാത്രം കാണാനായിട്ട് കൊള്ളില്ല, എൻ്റെ മുഖം മാത്രമാണ് ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഒരുപാട് അലട്ടി. അതെന്റെ ലൈഫിൽ ഒരുപാട് കോൺഫിഡൻസ് ലെവല് താഴേക്ക് പോകുന്നതിന് കാരണമായിട്ട് മാറി. അതുപോലെ തന്നെ ചില ആളുകൾ പറയും, സിമിയെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആളെ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടി, പിന്നെ മുഖത്ത് കുരുവുള്ള കുട്ടിയാന്ന് പറഞ്ഞപ്പോഴത്തേന് എളുപ്പമായി എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മള് പറയില്ലേ, ഈ നമ്മൾ താഴേക്ക് വീണു പോകുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ മനസ്സ് പോയി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. കുറച്ച് വളർച്ച എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു മെച്യൂർ സ്റ്റേജിലേക്ക് എത്തിയപ്പോഴത്തേക്കിനാണ് എനിക്ക് മനസ്സിലായത്, ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് കേട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ ചെയ്യാനോ പുറത്തേക്ക് ഇറങ്ങുന്നതോ ഒക്കെ ഞാൻ മാറ്റി വെച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെയാണ് നഷ്ടം. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവര് പറയുമ്പോൾ എന്റെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങളും അവര് പറയുന്നത് എന്നെ അലട്ടുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ അവർക്ക് കൂടുതൽ ആവേശമാണ് അത് വീണ്ടും വീണ്ടും പറയാൻ. അപ്പൊ ഞാൻ അവിടെ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, മേ ബി ആരും എനിക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ട് ആവണമെന്നില്ല, ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് തന്നെ തോന്നിയ, നമ്മൾ പറയില്ല, ഒരു ഇൻട്രിൻസിക് ഉള്ളിൽ നിന്ന് വന്ന ഒരു മോട്ടിവേഷൻ കൊണ്ടാവാം, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, യെസ്, ഇതാണ് എൻ്റെ ഐഡന്റിറ്റി, മുഖത്ത് കുരുവുള്ള ആളാണ് സിമി എങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ, ഞാൻ ആ ഒരു കുറവോടുകൂടി തന്നെ എന്നെ അംഗീകരിക്കുന്നു എന്ന്. അതിനുശേഷം എൻ്റെ കോൺഫിഡൻസ് പതിയെ കൂടാൻ തുടങ്ങി. ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും എന്നെ അത് കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പറയുന്നവര് പതിയെ പതിയെ അത് കുറച്ചുകൊണ്ട് വരാൻ തുടങ്ങി. കാരണം ചില വ്യക്തികൾ നമ്മളെ പക്ക ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്ത് പറയും. ഇപ്പൊ നമ്മളുടെ മുഖം ഭാവം മാറുന്നത്, നമ്മളുടെ മുഖം കുനിയുന്നതൊക്കെ കാണുമ്പോൾ അവർക്ക് ആവേശമാണ്. പക്ഷേ ഇത് ഞാൻ കുറച്ച് എന്നോട് തന്നെ ഇതൊരു കുഴപ്പമൊന്നും അല്ല, അല്ലെങ്കിൽ ഇതെന്റെ ഒരു ഐഡന്റിറ്റിയുടെ പാർട്ടാണ് എന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ
എന്റെ മുഖഭാവത്തിലും ഇവര് പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു എക്സ്പ്രഷൻസ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് അവർക്ക് മനസ്സിലാകാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്നോട് ഇത് സിമി എന്ന് പറയുന്ന മുഖത്ത് കുരുവുള്ള ഒരാളാണ് എന്ന് വീണ്ടും പല സാഹചര്യങ്ങളിലും ആളുകൾ എന്നെ കണ്ടുപിടിക്കുന്ന, അതിപ്പോ ഫ്രണ്ട്സ് ആയാലും വേറൊരു ക്ലാസ്സിലെ എന്നെ അറിയാത്ത ഒരാളാണ് എങ്കിലും വന്ന് പറയുമ്പോൾ ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞ് സെന്റൻസ് മാറി. അതായത് അതിനു മുമ്പ് വരെ ഇത് കേട്ട് കഴിഞ്ഞാൽ തല കുനിച്ച് അല്ലെ മിണ്ടാതെ ഇരുന്ന ഞാൻ അവരോട് തിരിച്ചു പറയാൻ തുടങ്ങി, അതുകൊണ്ട് മുഖത്ത് കുരുവുള്ള ആളായതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ, അതെന്റെ ഒരു ഐഡന്റിറ്റിയാണ്. സി, അവിടെ ഞാൻ എന്റെ കുറവ് എന്താണ് എന്നുള്ള അല്ലെങ്കിൽ പൊതുവിൽ പറഞ്ഞിരുന്ന അതേ കാര്യത്തിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അവിടെ സെൽഫ് അക്സെപ്റ്റൻസ് വന്നപ്പോഴാണ് ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് വരെ കണ്ണാടിയിൽ നോക്കി എന്നെ കാണാൻ കൊള്ളില്ല, എനിക്ക് ഒരു സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞ ഞാൻ ഇത് എൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ എല്ലാ ലൈഫിലും പല കാരണങ്ങൾ കാണും. ചില ആളുകൾക്ക് പൊക്ക കുറവായിരിക്കും, പൊക്ക കൂടുതലായിരിക്കും, വണ്ണ കുറവായിരിക്കും, വണ്ണ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പല്ല് പൊങ്ങിയതായിരിക്കും, കഷണ്ടി ആയിരിക്കും, ഒരുപാട്. കാരണം ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളുടേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചർ കാണും. അപ്പൊ ഇതിനെ എക്സാഗ്രേറ്റ് ചെയ്ത് പരിഹസിക്കാൻ വരുന്നവരോട് നമ്മൾ പറയേണ്ട കാര്യവും ഇത് തന്നെയാണ്. നമ്മൾ അവരോട് അങ്ങനെ ഇത് എന്റെ ഐഡന്റിറ്റിയാണ്, യെസ് ഒക്കെ കുറവാണ്, അതാണ് എന്റെ ഐഡന്റിറ്റി, അത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി അല്ല, എന്റെ പേരെന്ന് പറയുമ്പോൾ ആ ഇതോട് കൂടിയ ഒരാൾ തന്നെയാണ് ഞാനെന്ന്. അല്ലെങ്കിൽ നിനക്ക് എന്തൊരു വണ്ണമാണെന്ന് പറഞ്ഞ് നിങ്ങളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുവാണ്, യെസ് വണ്ണം ആണ് എന്റെ ഐഡന്റിറ്റി എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് തോന്നും. അതോടൊപ്പം അവരോട് നമ്മൾ ആ രീതിയിൽ പ്രതികരിക്കുമ്പോൾ അത് നമ്മളുടെ ഒരു സെൽഫ് അക്സെപ്റ്റൻസും സെൽഫ് ലവും ഏറ്റവും അധികം കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ എനിക്ക് ഏറ്റവും അധികം ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കിയ മറ്റൊരു കാര്യമാണ് എൻ്റെ ഹെയർ. പലപ്പോഴും പല വീഡിയോയിലും നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചറിയാം, ഒരു അനുസരണ ഇല്ലാത്ത പോലെ കിടക്കുന്ന ഒരു മുടിയാണ്. ഇതിന്റെ പേരിലും ഒരുപാട് ഇൻസൾട്ടുകൾ ചെറുപ്പത്തിൽ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നാണ് കൂടുതലും കസിൻസിന്റെ അടുത്തു നിന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ മുടിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ മുടി ഒരുപാട് ഇതാണ്, കാണാൻ ഒട്ടും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇൻസൾട്ടുകൾ ഞാൻ ഈ മുടിയുടെ കാര്യത്തിലും ഈ ആക്നയുടെ കാര്യത്തിലെ പോലെ തന്നെ ഫേസ് ചെയ്തിട്ടുണ്ട്. ചില ആളുകളൊക്കെ ഞാൻ വളർന്നു കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു, മുടി സ്ട്രെയിറ്റ് ചെയ്യണം, സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും, ഈ അനുസരണ ഇല്ലാത്ത മുടിയൊക്കെ മാറി കിട്ടും. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ ഈ മുടിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാള് തന്നെയാണ്. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് എൻ്റെ ഹെയർ. അത് മറ്റൊരാൾ പറയുന്നത് കേട്ട് മാറ്റേണ്ട ഒരാവശ്യവും എനിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതുവരെയും എൻ്റെ കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു കുറവുണ്ട് എന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ വിഷമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ കോൺഫിഡൻസ് പോകും, നമുക്ക് ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം തന്നെ എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ്. ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ ചിന്താഗതി എപ്പോഴും എന്തായിരിക്കും എന്നറിയോ, എല്ലാവരും എന്നെ വിലയിരുത്തുന്നത് ഈ ഒരു കാര്യത്തിന്റെ ബേസിലായിരിക്കും എന്നാണ്. നേരെ മറിച്ച് ആരെന്തു പറഞ്ഞാലും എൻ്റെ ഐഡന്റിറ്റി ഇതാണ്, എൻ്റെ ഒരു പാർട്ടാണ്, എൻ്റെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് എൻ്റെ ഈ അപ്പിയറൻസ് എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ് പഠിച്ചു കഴിയുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് കൂടും. മറ്റുള്ളവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമ്മളത് യാതൊരു വിധത്തിലും ബാധിക്കില്ല. സെൽഫ് അക്സെപ്റ്റൻസ് അവിടെ പ്രാവർത്തികമാകും. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ എങ്ങനെയാണോ നമ്മൾ ആയിരിക്കുന്നത് ആ രീതിയിൽ നമ്മളെ അംഗീകരിക്കാൻ പഠിക്കുക. ഇതാണ് സെൽഫ് ലവിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠം.